ഗൈസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ CPU എങ്ങനെ ലിഫ്റ്റ് ചെയ്യാന്നില്ല പഠിച്ചു. എല്ലാ ആൾക്കാർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും സേഫ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വയ്ക്കും. പക്ഷെ ഇതിൽ പ്രോബ്ലം വരുന്നത് ക്ലീനിങ്ങിലാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും CPU ഡാമേജ് ആയി പോണത് ക്ലീനിങ് ആണ്. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത, എത്ര ടെമ്പറേച്ചർ ആയിരുന്നു യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരെ CPU ഡെഡ് ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് CPU ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരു വീഡിയോ ആണ് കേട്ടോ. ഫ്ലെക്സ് അപ്ലൈന് ശേഷം അയണിലെ ടെമ്പറേച്ചർ ഞാനൊരു 300 ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 310 വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് തിന്ന് അപ്ലൈ ചെയ്യുക. ലോ തിന്ന് അപ്ലൈ ചെയ്യുക. ഈ ലോ തിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വാ ക്യാമറമാൻ, ഈ ഒരു അയണിന്റെ സ്കിന്നില്ലേ, ഈ അയണിന്റെ സ്കിന്ന് ഒരിക്കലും CPU ടച്ച് ആവരുത്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യണേ ലോത്തിന് വേണം, മെൽറ്റായി കിടക്കണ ലോത്തിന് ഉണ്ടല്ലോ, ഈ ലോത്തിന് വേണം CPU ടച്ച് ആവാൻ. ഒരിക്കലും ഇതിന്റെ സ്കിന്ന് ടച്ച് ആവരുത്. സ്കിന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ CPU ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തെ കൂടി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. എടാ 700 ഫാസ്റ്റ് ആയിട്ട് മൂവിപ്പിക്കുക. സ്കിൻ എന്ത് ചെയ്യരുത്, തട്ടാൻ പാടില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാം. നൈഫ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നൈഫ് ക്ലീൻ ചെയ്തിട്ട് ട്യൂസർ എടുക്കുക. കാപ്പിലേക്ക് അതെ കാക്കു. ഇനി ഉള്ളത് അണ്ടർഫില്ല് ക്ലീനിങ് ആണ് കേട്ടോ. അണ്ടർഫില്ല് ക്ലീനിങ്ങിന് എന്ത് ചെയ്യണ്ട, റഷ് ആക്കണ്ട, സാവധാനം എന്ത് ചെയ്യുക, നിങ്ങളൊരു ടെമ്പറേച്ചർ ഒരു 240 സെറ്റ് ചെയ്യുക. എയർ ഫ്ലോ 30 സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ കുറെ ടൈം CPU എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വാ. CPU ഇപ്പോൾ CPU എന്നുണ്ടെങ്കിൽ CPU ഇങ്ങനെ അടിച്ച് നിൽക്കരുത്. ജസ്റ്റ് അടിക്കുക, മെൽറ്റ് ചെയ്ത് അണ്ടർഫില്ല് റിമൂവ് ചെയ്യുക, അഗെയിൻ ഹീറ്റ് അപ്ലൈ ചെയ്യുക, റിമൂവ് ചെയ്യുക, അഗെയിൻ അപ്ലൈ ചെയ്യുക, റിമൂവ് ചെയ്യുക. ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാൻ. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കരുത്. ഇങ്ങനെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ CPU ഡാമേജ് ആവും. ഓക്കെ, എന്ത് ചെയ്യുക, ജസ്റ്റ് ഹീറ്റ് അപ്ലൈ ചെയ്യുക, മെൽറ്റ് ആണ് വരെ നോക്കുക, റിമൂവ് ചെയ്യുക, മെൽറ്റ് ആണ് വരെ നോക്കുക, റിമൂവ് ചെയ്യുക. ഇങ്ങനെ വേണം, പയ്യെ വേണം ചെയ്യാൻ. ഒരു സമയം എടുക്കും, പക്ഷെ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്, പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ CPU ഡാമേജ് ആവും. ശരിക്കും നമുക്ക് CPU ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ 280 ഡിഗ്രിയാണ്. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ CPU ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ത് ചെയ്യുക, ഇങ്ങനെ മെൽറ്റ് ആവണ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ മാറ്റുക, അഗൈൻ ഹീറ്റ് കൊടുക്കുക, ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഓവർ ഷാർപ്പായിട്ടില്ലേ ട്യൂസർ യൂസ് ചെയ്യരുത്, കാരണം സ്കിന്ന് ഡാമേജ് ആവും.
ഇത്രയാണ് CPU ക്ലീനിങ്. അതിന് ശേഷം ക്ലീൻ ചെയ്യുക, എഫേർട്ട് ക്ലീൻ ചെയ്യുക. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവിടെയും ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഇയാളെ ലിഫ്റ്റ് ചെയ്യല്ല, റിമൂവ് ചെയ്യുക. എന്നിട്ട് ഫൈനലായിട്ട് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക, മൊത്തത്തിൽ ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അഗൈൻ നമ്മൾ മുന്നേ ചെയ്തത് അയൺ ടെമ്പറേച്ചർ 300 ഡിഗ്രി ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും പാസ് ആയിട്ട്. ഐപ്പേറ്റ് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഒരു കോട്ടൺ എടുക്കുക. അതൊരു കോട്ടൺ എടുത്തിട്ട് ഇതിന് മേലെ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ CPU ഒന്നുകൂടി നമുക്ക് വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. ആ ഫ്ലക്സ് കാര്യങ്ങളെല്ലാം ഒന്ന് പോയി കിട്ടും. ഓക്കെ, ഈ സൈഡൊക്കെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മളെ 11 നമ്പർ പ്ലേറ്റ് കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. കാരണം മാഗ്നറ്റിക് സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡ് നന്നായിട്ട് ക്ലീൻ ആണ്, അല്ലെങ്കിൽ എൻ്റെ അലൈൻമെന്റ് കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് CPU ക്ലീനിങ്ങിൻ്റെ ക്ലാസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളെ ഫ്രണ്ടിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.